എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്. നീയറിഞ്ഞോ തേനൂറിന്റെ കല്യാണത്തിനു പോകൻ. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മുത്തശ്ശിയമ്മ ഉണ്ടായിരുന്നു. എന്നും വൈകുന്നേരങ്ങളിൽ മുത്തശ്ശിയമ്മ കുട്ടികളോടൊപ്പം മാവിൻ ചുവട്ടിലെത്തും. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ സ്മൃതികളുടെ പ്രാധാന്യം വളരെ ഏറെയാണ്. ആദ്യമേ വാമൊഴിയായി വന്ന ഭാഷ അവരുടെ ഹൃദയം നിങ്ങൾ മനുഷ്യരുടെ കുഴപ്പം ഇതാണ്. ഓർമ്മകൾ കൊണ്ട് അവൻ അധികം സ്നേഹിച്ചു. പുഷ്പങ്ങൾ എനിക്ക് അവ വേണ്ട, മരിച്ചവർക്ക് പൂക്കൾ എന്നറിയുമ്പോൾ ചിലതുണ്ട്. ചിലയുടെ 34 ജനുവരി 22 6 ഉള്ളിൽ നമ്മുടെ മനസ്സും മലയാളം, മലയാളം, നമ്മുടെ മനസ്സും മലയാളം. ഉറങ്ങണ നേരത്ത് അമ്മ പൊന്നിന്റെ നിറമല്ലേലും പൊന്നിന്നു വിളിച്ചതം. ഭാഷകൾ കേവലം ധാത്രിമർമ്മത്തിനു പെറ്റമ്മ തൻ ഭാഷതാൻ മാതാവിൻ വാത്സല്യദുഃഖം മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭാഷയായ മലയാളത്തെ ആദരിക്കുവാനാണ് സന്നിഹിതരായിരിക്കുന്നത്. മലയാളം നമ്മുടെ മാതൃഭാഷ. നമ്മുടെ അമ്മമാർ നമ്മളോട് ആദ്യം പറഞ്ഞു തരുന്ന വാക്കുകളും നമ്മൾ ഉച്ചരിക്കുന്ന ആദ്യ വാക്കുകളും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലുള്ള വില മറ്റൊന്നിനുമില്ല. വാക്കാണെങ്കിൽ നോക്കുക, വാക്കുപയോഗിക്കാൻ. എത്ര സുന്ദരമെന്റെ മലയാളം, നമുക്ക് പരിചയപ്പെടാം. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ പുരസ്കാരം. ദിനം എന്നാണ്, മാസവും ഡേറ്റും അറിയാവുന്നവർ ആദ്യം കൈബന്ധിക്കാം. 8ാം ക്ലാസ് ഇവാന് നല്ലൊരു കഥ പറഞ്ഞു. കഥയുടെ ഗുണപാഠം ഓർമ്മയുള്ളവർ കൈബന്ധിക്കുക. പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നല്ലൊരു കൈയടി കൊടുത്തു. സഹായവും ചെയ്യണം. നന്മ ചെയ്യണം അല്ലെ? കെ ശിവശങ്കരപിള്ള.